ലൈഫിനോട് എന്തിനാണൊരു വിരോധപരമായ സമീപനം? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒരു പ്രമുഖനായ നേതാവ്, UDF നേതാവ് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി നിർത്തലാക്കുമെന്നായിരുന്നു. അത്തരമൊരു വിരോധം പാവപ്പെട്ടവരോട് സ്വീകരിക്കേണ്ട കാര്യമുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാർ ധനഞെരുക്കമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത്തരം പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുക തന്നെയാണ്. നമ്മുടെ പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. 50 മീറ്ററിനുള്ളിൽ, വേലിയേറ്റ മേഖലയിൽ 50 മീറ്ററിനുള്ളിൽ അധിവസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും മാറ്റി പാർപ്പിച്ചുകൊണ്ടുള്ള ഒരു അഭിമാനാർഹമായ സംരംഭം എന്ന നിലക്കാണ് പുനർഗേഹം പദ്ധതി സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇവിടെ ഒരു പ്രതിപക്ഷാംഗം തന്നെ പറയുകയുണ്ടായി 4000-ഓളം ഇപ്പോൾ നടപ്പാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഞാനതിൻ്റെ മറ്റ് കണക്കുകളിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം തന്നെ ഇവിടെ സമ്മതിച്ചിട്ടുള്ളത്. നല്ല പുരോഗതിയിലാണ്. അത് കൂടുതൽ വേഗതയിൽ നടപ്പാക്കാൻ തന്നെയാണ് സർക്കാർ നടപടികൾ എടുത്തു വരുന്നത്. പട്ടയരംഗത്ത് നല്ല ഇടപെടലാണ് LDF സർക്കാർ നടത്തിയിട്ടുള്ളത്. 2016 മുതൽക്ക് ഇങ്ങോട്ടെടുത്താൽ 3 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ 2.5 വർഷം കൊണ്ടെടുത്താൽ 1,21,604 പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നല്ല ഇടപെടൽ തന്നെയാണ് സർക്കാർ നടത്തിപ്പോകുന്നത്. വനാവകാശ നിയമപ്രകാരം 2345 കുടുംബങ്ങൾക്ക് 3748 ഏക്കർ ഭൂമിയുടെ കൈവശാവകാശ രേഖ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ. ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം 218 കുടുംബങ്ങൾക്ക് 42 ഏക്കർ ഭൂമി വാങ്ങി നൽകിയിട്ടുണ്ട്. 117 കുടുംബങ്ങൾക്കായി 52 ഏക്കർ നിക്ഷിപ്ത വനഭൂമിയുടെ അവകാശ രേഖയും ലഭ്യമാക്കാനായിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ 2697 കുടുംബങ്ങൾക്കായി 3248 ഏക്കർ ഭൂമിയാണ് ഈ സർക്കാരിൻ്റെ കാലയളവിൽ മാത്രം നൽകിയത്. 288 കുടുംബങ്ങൾക്ക് വീട് അനുവദിച്ചു. മുൻകാലങ്ങളിൽ നിർമ്മാണം ആരംഭിച്ച 739 വീടുകൾ പൂർത്തീകരിക്കാനുമായി. നിയമസഭ